ചൈതന്യത്തിനോ ശരീരത്തിനോ? ശരീരത്തിന്. ആർക്കില്ല? മനസ്സിനുമില്ല. അല്ല, ഞാൻ കേൾക്കായല്ലോ, കേൾക്കുന്നുണ്ട്. എന്നാലും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ഭാരതത്തിലെ ആളുകളുടെ ബുദ്ധി എന്ന് പറയുന്നത് അപാര ബുദ്ധി തന്നെയാണ്. ഭാരതം അത്രയും, അതുകൊണ്ടാണ് ആദരണീയമായിരിക്കുന്നത്. ഏത് പ്രായമുള്ളവർക്കും ആരിലേക്ക് തിരിയാം? ഭഗവാനിലേക്ക് തിരിയാം. ഇവിടെ വളരെ പ്രായമുള്ള അമ്മയാണ് തൻ്റെ പുത്രന്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്നത്, നിരുവിന്നാനിതരാംബൂമൻ അസതീന്ദ്രിയ ദർശനൽ ഏന സംഭാവ്യമാനേന പ്രപന്നാന്തം തമപ്രഭൂം തസ്യത്വം തമസോന്തസ്യ ദുഷ്പാരസ്യാദ്യപാരകം ചക്ഷു ജന്മനാമന്തേ ലബ്ധം മേ ത്വദനുഗ്രഹൽ. ഉണ്ണി, ഈ അമ്മ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇനി അനുഭവിക്കാത്ത സുഖങ്ങളൊന്നുമില്ല. എല്ലാ സുഖങ്ങളും ഇന്ദ്രിയ ദർശനൽ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഉണ്ണി. പക്ഷെ ഇപ്പോ അമ്മയുടെ മനസ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രപന്നാന്തം തമപ്രഭൂം, അന്ധകാരത്തിലാണ്. ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും അമ്മയുടെ മനസ്സിനെ മോചിപ്പിക്കാൻ അമ്മയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഉണ്ണി, തമസോന്തസ്യ ദുഷ്പാരസ്യാദ്യപാരകം, ഉണ്ണി അന്ധകാരത്തിൽ നിന്ന്, അവിവേകത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന് അമ്മയുടെ മനസ്സിനെ ലബ്ധം മേ ത്വദനുഗ്രഹൽ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഉയർത്തി തന്നാലും. എനിക്കറിയാം അങ്ങ് സാധാരണ എൻ്റെ പുത്രനല്ല. സാധ്യ ഭഗവാൻ പുംസം ഈശ്വരോ വൈ ഭവൻ കില ലോകസ്യ തമസാന്തസ്യ ചക്ഷുസൂര്യ ഇവോദിതാം. എപ്രകാരമാണോ സൂര്യൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അന്ധകാരം നിൽക്കുന്നത്, അതുപോലെ ഞങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള അന്ധകാരത്തെ നീക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ഗുരുവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അവിടുന്ന്. അതുകൊണ്ട് ഈ അമ്മയെ ഒന്ന് അനുഗ്രഹിക്കൂ ഉണ്ണി, അമ്മയെ ഒന്ന് ഉയർത്തു. ആ പുത്രന്റെ പാതാരവിന്ദത്തിൽ നമസ്കരിച്ചുകൊണ്ട് അമ്മ പറയുന്നു, തം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പൂരുഷസ്യാം നമാമി സദ്ധർമ്മവിദം വരിഷ്ഠം. എല്ലാ അറിവുകളുമുള്ള, കഴിവുകളുമുള്ള, തത്വജ്ഞാനത്തിൽ അധിഷ്ഠിതനായിരിക്കുന്ന പരമഗുരുവായിരിക്കുന്ന ആ പുത്രരൂപത്തിലിരിക്കുന്ന ഗുരുവിനെ ഞാൻ ശരണം ശരണ്യം ശരണം പ്രാപിക്കുന്നു. ഉണ്ണി, അങ്ങയുടെ പാതാരവിന്ദത്തെ ഞാൻ നമസ്കരിക്കുന്നു നമാമി എന്ന് പറഞ്ഞ പുത്രനെ നമസ്കരിച്ചു. അതിനുശേഷം പുത്രൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശത്തെയാണ് കാബിലിയോപാഖ്യാനം എന്ന് പറയുന്നത്. ഇനി വളരെ ശ്രദ്ധിച്ചിരിക്കണേ. 25-ാം അധ്യായത്തില് 13-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. യോഗ ആധ്യാത്മിക പുംസാം മദോ നിശ്രേയസായമേ അത്യന്ത ഉപരതിര്യത്ര ദുഃഖസ്യ ച സുഖസ്യ ച തമിമം തേ പ്രവക്ഷ്യാമി യമവോചം പുരാണകേ ഋഷീണം ശ്രോതുകാമാനം യോഗം സർവാങ്ക നൈപുണം ചേതക്കലസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മദം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ അഹം മമ അഭിമാനോത്തൈ കാമലോഭാഭിർമലൈ വീതം യഥാ മനഃശുദ്ധം അതുക്കം അസുഖം സമം. ഇപ്രകാരം പറഞ്ഞു പോകുന്നു. അപ്പൊ ആദ്യത്തെ വരികൾ തന്നെ യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ. നിശ്രേയസിലേക്ക് ഉയരണമെങ്കിൽ ഏതിലേക്കാണ്? നിശ്രേയസ്. നിശ്രേയസ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ശ്രേയസ്, പൂർണ്ണമായ ശ്രേയസ്. എന്താ ശ്രേയസ് എന്നുള്ള പദത്തിനർത്ഥം? ശ്രേയസ് കൈവരിക്കുക എന്ന് പറഞ്ഞാൽ ഉന്നതിയാണോ താഴ്ചയാണോ? ഏറ്റവും ഉന്നതിക്കാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ഏറ്റവും ഉന്നതമായൊരു അവസ്ഥ കൈവരിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ആധ്യാത്മിക യോഗം വേണം. എന്താ പറഞ്ഞത്? ആധ്യാത്മിക യോഗം. ഈ ശബ്ദമുണ്ടല്ലോ, ആത്മീയത എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ? നമ്മളൊക്കെ ഇത് ഈ വരികൾ വളരെ ശ്രദ്ധിക്കണേ, നിങ്ങൾ അറ്റൻറ്റീവ് ആയിട്ടിരിക്കണം. നമ്മളൊക്കെ ആത്മീയത എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അമ്പലത്തിൽ പോയി കുറച്ചു നേരം നാമം ചൊല്ലുക, അല്ലെങ്കിൽ പ്രദക്ഷിണം വയ്ക്കുക, വഴിപാടുകൾ ചെയ്യുക, ഓരോരോ ക്ഷേത്രങ്ങളിൽ പോവുക, പിന്നെ ഓരോരോ ആധ്യാത്മികമായ ചടങ്ങുകളിൽ പങ്കെടുക്കലാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഒരു ചോദ്യം നമ്മൾ ചോദിക്കാറില്ല. എന്താ ചോദ്യം എന്നറിയോ? ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ചോദ്യം നമ്മളിൽ ഉണ്ട്. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത് ഇതൊക്കെ ചെയ്താൽ ആര് സന്തോഷിക്കും? ഭഗവാൻ സന്തോഷിക്കും. എവിടെ ഇരുന്ന് സന്തോഷിക്കും? സാധാരണ മനസ്സ്. ഇതൊന്നും കേൾക്കാത്ത ഒരാളാണെങ്കിൽ എന്താ പറയാ? അമ്പലത്തിലിരുന്ന് ഭഗവാൻ സന്തോഷിക്കും. അപ്പൊ നമ്മൾ അമ്പലത്തിൽ നല്ലവരും
പുറത്തിറങ്ങിയാൽ അപകടമാണ്. ഇന്ന് സോക്കാളിന്റെ ഭക്തന്മാരെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അമ്പലത്തിന്റെ ഉള്ളിലെത്തിയാൽ വളരെ മര്യാദക്കാരാണ്. അമ്പലത്തിലും ചിലപ്പോൾ മര്യാദ ഇല്ലാതെ പെരുമാറുന്നവരുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ അത്ര അന്ധമായി ഉറപ്പിച്ചിരിക്കുകയാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ആര്? ഭഗവാൻ. ശ്രീകോവിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ഇതൊന്നും കാണില്ല. ഭഗവാൻ കപിലൻ ആദ്യം അതിനെയാണ് മാറ്റുന്നത്. ആധ്യാത്മിക യോഗം എന്ന് പറഞ്ഞാൽ, ആത്മീയത എന്ന് പറയുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ അധ്യാത്മം എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നത് ഏതിനെയാണെന്നറിയോ? അധ്യാത്മം. ഭഗവത്ഗീതയിലെ 8-ാം അധ്യായം എടുത്ത് നോക്കൂ നിങ്ങൾ. അർജുനൻ ചോദിക്കുന്നുണ്ട്, കിമക്ഷരം കിമധ്യാത്മം. എന്താണ് കൃഷ്ണ അക്ഷരം? എന്താണ് കൃഷ്ണ അധ്യാത്മം? ഉടനെ ഭഗവാൻ അതിന് ഉത്തരം പറയുന്നത്, അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവോ അധ്യാത്മമുച്യതേ. അക്ഷരം പരമം ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറയുന്നത് അക്ഷരമാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ അർത്ഥം ക്ഷരമില്ലാത്തതാണ്, ഒരിക്കലും നശിക്കാത്തതാണ്, അനശ്വരമാണ്. അപ്പൊ അധ്യാത്മം എന്ന് പറഞ്ഞാലോ കൃഷ്ണ, അധ്യാത്മം എന്നാൽ സ്വഭാവമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം എവിടെയാണ് വരുന്നത്? സ്വഭാവം എവിടെയിരിക്കുന്നത്? ശരീരത്തിലോ മനസ്സിലോ? മനസ്സിലാണ്. അപ്പം അധ്യാത്മം സ്വഭാവമാണെന്ന് പറഞ്ഞാൽ, ആത്മീയത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത്, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത്, ഇറ്റ് കണക്റ്റഡ് വിത്ത് മൈൻഡ് എന്ന് ഉത്തരവെടുക്കണം. ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കണം. ഇനി പറയുന്നു ആധ്യാത്മിക യോഗം എന്ന് പറഞ്ഞാലോ, മനസ്സിനെ യോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ, യോഗം എന്നുള്ള ശബ്ദത്തിനും അർത്ഥമെടുക്കണം. യോഗം എന്നുള്ളതിന് 3 അർത്ഥങ്ങളാണ് ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യോഗം, ഈ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പലയിടത്തും. ഗീതയിൽ തന്നെ 2-3 തവണ ഭഗവാൻ ആവർത്തിക്കുന്നുണ്ട്. ഗീതയിൽ 2-ാം അധ്യായത്തിൽ 48-ാമത്തെ ശ്ലോകത്തിൽ പറയും, യോഗസ്തു കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയാം സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. യോഗ എന്നുള്ള ശബ്ദത്തിനർത്ഥം സമത്വം യോഗ ഉച്യതേ. എന്താ പറയുന്നത്? സമത്വമാണ്. സമത്വം എന്ന് പറഞ്ഞാൽ ഏത് അനുഭവങ്ങളിലും മനസ്സ് സമമാവുന്നതിനെയാണ് യോഗ എന്നുള്ള ഒരു ശബ്ദത്തിന് ഭഗവാൻ, യോഗം എന്നുള്ള ശബ്ദത്തിന് ഭഗവാൻ അവിടെ അർത്ഥം പറയുന്നത്. ഇനി മറ്റൊരു ദിക്കിൽ ഭഗവാൻ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ പറയും, 6-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും, തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സപ്നിതം സ നിശ്ചയേന യോക്തവ്യ യോഗോ അനിർവിണ്ണ ചേതസാം. തം വിദ്യാൽ, ഇതിനെ അറിഞ്ഞാലും. എന്താ യോഗ എന്ന് പറയുന്നത്? ദുഃഖ സംയോഗ വിയോഗം യോഗ. എപ്പോഴൊക്കെ മനസ്സ് ദുഃഖവുമായി ചേരുന്നുണ്ടോ, ദുഃഖമുള്ള അനുഭവങ്ങളിൽ ചേരുന്നുണ്ടോ, ആ ദുഃഖമുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിനെ വിയോഗം ചെയ്യുന്നതാണ്, ശ്രദ്ധ തിരിക്കലാണ്, അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യലാണ് യോഗ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെയുള്ള യോഗ അനിർവിണ്ണ ചേതസ, വളരെ ദൃഢതയോടുകൂടി ഉറച്ച മനസ്സോടുകൂടി നീ പ്രാക്ടീസ് ചെയ്താലും അർജുന. അപ്പൊ 1-ാമത്തെ യോഗ എന്ന് പറയുന്നത് സമബുദ്ധിയാണ് ഒരർത്ഥം. 2-ാമത്തെ യോഗ എന്നുള്ള ശബ്ദത്തിനർത്ഥം എപ്പോഴൊക്കെ മനസ്സ് ദുഃഖങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും ഒക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ മനസ്സിനെ അതിൽ നിന്നും മാറ്റിയെടുക്കണം. അതിനെ യോഗ എന്ന് പറയുന്നു. ഇനി 3-ാമത് യോഗ എന്ന് പറയുന്നതോ, യോഗം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നൊരർത്ഥമുണ്ട്, കൂട്ടിച്ചേർക്കുക എന്നൊരർത്ഥമുണ്ട്. അപ്പൊ നമ്മളൊക്കെ യോഗത്തിലാണെന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക, കൂട്ടിച്ചേർത്ത് വയ്ക്കുക. യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് യോഗ എന്നുള്ള ശബ്ദം വരുന്നത്. യുജ്, അതിനാണല്ലോ മലയാളം ഏത് വരുന്നത്? യോജിപ്പിക്കുക എന്നുള്ള. യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. അപ്പം മനസ്സിനെ കൂട്ടിച്ചേർക്കണം, മനസ്സിനെ സമബുദ്ധിയിലെത്തിക്കണം, മനസ്സിനെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യണം. ഇങ്ങനെ 3 അർത്ഥങ്ങൾ ഏതിനുണ്ട്? യോഗ എന്നുള്ള ശബ്ദത്തിനുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? സാധാരണ നമ്മൾ യോഗ എന്ന് പറയുന്നത്, യോഗ ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞാൽ എക്സസൈസിനാണ്. അതിന് യോഗ ആസന ക്ലാസ് എന്നാണ് പറയേണ്ടത്. യോഗ ആസനങ്ങളാണത്. ശീർഷാസനം, പത്മാസനം, അങ്ങനെയല്ലേ പറയാ. യോഗ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കൺസേൺഡ് വിത്ത് ശരീരം. യോഗ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു മൈൻഡ്, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം മനസ്സിന്റെ ശ്രദ്ധ തിരിക്കുക,
മനസ്സിനെ ഉറപ്പിക്കുക, മനസ്സിനെ സമബുദ്ധിയിലേക്ക് എത്തിക്കുക. ഇങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പ്രാക്ടീസ് ചെയ്യണു? യോഗ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഭഗവാൻ പറയണു, ഇതാണ് നമ്മളെ നിശ്രേയസിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അതെങ്ങനെ അറിയാം എൻ്റെ മനസ്സ് ഉയരുന്നുണ്ടോ എന്നുള്ളത്? അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അത്യന്ത ഉപരതിർയത്ര, അവർക്ക് ഉപരതി വരും. അവരുടെ മനസ്സിനെ അവർക്ക് ഉപരതി എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പിക്കാൻ സാധിക്കും. ഏതിൽ നിന്ന്? ദുഃഖസ്യ സുഖസ്യ. ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും അവരുടെ മനസ്സ് സമബുദ്ധിയോടുകൂടി കാണും. അതെങ്ങനെയാ സ്വാമി? ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും ഒരുപോലെ കാണുക. സ്വാമിക്ക് ഒരു ലഡു തരുന്നു, അപ്പം മുഖത്ത് സന്തോഷം ഉണ്ടാവും. ചെക്കടത്തൊന്ന് വെച്ച് തരുന്നു, അപ്പോൾ സന്തോഷം ഉണ്ടാവുമോ? അവിടെയാണ് നമുക്ക് വിവേകം വരേണ്ടത്. സന്തോഷം വരുമ്പോഴും നമ്മൾ ഉടനെ മനസ്സിൽ പറഞ്ഞേക്കണം, അതും ഭഗവാന്റെ പ്രസാദമാണ്. ദുഃഖം വരുമ്പോഴും എന്ത് പറയണം? പ്രസാദമാണ്. പക്ഷേ ദുഃഖം വരുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പറയില്ല. പറയോ? നിങ്ങളുടെ മകൻ ദുബായിലുണ്ടെന്ന് വിചാരിക്കുക. ആ മകൻ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതുകയാണ്, എന്തൊക്കെയാണ് അമ്മയെ വേണ്ടത് എന്ന്. ഉടനെ അമ്മ നിങ്ങൾ പറയാണ്, ഒന്നും വേണ്ട പുത്ര, എന്നാലും നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ഒരു കല്യാണമുണ്ട്, ഒരു നല്ലൊരു ചെയിൻ കിട്ടിയാൽ നന്നായിരുന്നു. ഒന്നും വേണ്ടെന്ന് ആദ്യം എഴുതും, എന്നാലും കിട്ടിയാൽ നന്നായിരുന്നു. അപ്പം മകൻ എഴുതുകയാണ്, അമ്മയ്ക്ക് നല്ലൊരു ചെയിനൊക്കെ മേടിച്ചു തരണമെന്ന് എനിക്ക് മോഹമുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കാം. എന്നാലും അമ്മയ്ക്കൊരു പ്രതീക്ഷ, മകൻ കൊണ്ടുവരില്ലേ എന്നുള്ളത്. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പുത്രൻ വരുന്നു. കാറൊക്കെ എടുത്ത് വീട്ടിലെത്തി. അങ്ങനെ അമ്മയ്ക്ക് പുത്രന്റെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ പെട്ടിയിൽ എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. അങ്ങനെ അമ്മ പെട്ടിയൊക്കെ തുറക്കണു. പെട്ടിയൊക്കെ തുറന്നു നോക്കുമ്പം ജ്വല്ലറി ഷോപ്പിൽ പെട്ടി. വളരെ സന്തോഷമായി, മകൻ എത്ര സ്നേഹമുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതൊക്കെ തുറന്നു നോക്കുമ്പോൾ പുത്രൻ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നുണ്ടല്ലോ, ഓ പച്ച കല്ലുള്ള മാല. അമ്മ കഴുത്തിൽ വെച്ച് നോക്കി, കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കി, എന്തൊരു സ്നേഹമുള്ള പുത്രൻ, ഇങ്ങനെയൊരു പുത്രന് ജന്മം കൊടുക്കാനും ഒരു ഭാഗ്യം വേണേ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ കഴുത്തിലിട്ടിരിക്കുമ്പോഴാണ് പുത്രൻ പറയുന്നത്, ഇത് നമ്മുടെ ശേഖരൻ ചേട്ടൻ്റെ വീട്ടിലേൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തന്നയച്ചതാണ്. ഇത് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സുണ്ടല്ലോ, വൃത്തികെട്ടവൻ. നേരത്തെ ഏത് മുഖം കൊണ്ടാണോ അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചത്, അതേ മുഖം പിന്നുണ്ടാവുമോ? ഇല്ല. അപ്പൊ ദുഃഖവും സുഖവും ഒരുപോലെ ഇരിക്കുവോ? ഇല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സുഖം വരുമ്പോഴും ഭഗവാന്റെ പ്രസാദം, ദുഃഖം വരുമ്പോഴും ഭഗവാന്റെ പ്രസാദം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പറയുമ്പോണ്ടല്ലോ നമുക്ക് വ്യത്യാസം വരും. എന്താണത്? ഇപ്പോൾ നമുക്ക് പലർക്കും അത് പറ്റാത്തതിന് കാരണം നമ്മൾ ജീവിതത്തെ പലപ്പോഴും ഉൾക്കൊള്ളുന്നില്ല. സുഖവും ദുഃഖവും നിശ്ചയിക്കുന്നത് വാസ്തവത്തിൽ ഭഗവാനല്ല. സുഖവും ദുഃഖവും നിശ്ചയിക്കുന്നത് പ്രതീക്ഷകളല്ല. സുഖവും ദുഃഖവും നിശ്ചയിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. കർമ്മഫലങ്ങളാണ് സുഖദുഃഖങ്ങളായി വരുന്നത്. ഇപ്പൊ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം സുഖത്തിന്റെ രൂപത്തിലോ ദുഃഖത്തിന്റെ രൂപത്തിലോ എന്നിലേക്ക് വന്നേ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വന്നേ പറ്റുള്ളൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. ഞാനൊരു പന്തെടുത്ത് ചുമരിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ആ പന്ത് എൻ്റെ ഡയറക്ഷനിലേക്ക് വന്നേ പറ്റുള്ളൂ. അപ്പോ ഞാൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ, സുഖരൂപത്തിലോ ദുഃഖരൂപത്തിലോ ആണ് വരുന്നതെങ്കിൽ, ഞാൻ ഇവിടെ ഈ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ മതി, ഇതെല്ലാം ഭഗവാന്റെ നിയോഗമായി ഞാൻ അതിനെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ സ്വീകരിക്കാനുള്ള മനസ്സുള്ളവർക്ക് ദുഃഖത്തെയും സുഖത്തെയും ഒക്കെ എങ്ങനെ കാണാം? ഒരുപോലെ കാണാന്ന് പറഞ്ഞാൽ, സുഖം വരുമ്പോൾ വിഷമങ്ങൾ വരും. ഞാൻ പറഞ്ഞു നിങ്ങളോട് കഴിഞ്ഞ ദിവസം, ദുഃഖം വരുമ്പോൾ വേദനകൾ ഉണ്ടാവും. പക്ഷെ ദുഃഖത്തിൽ നമ്മൾ ദുഃഖിച്ച് മുങ്ങില്ല. സാധാരണ ഒരു വ്യക്തിയും ആധ്യാത്മികമായ ജീവിതം നയിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രസവിച്ച സ്ത്രീയെ പോലെയാണ്. ഒരു ആത്മീയ ജീവിതം കൊണ്ട് നടക്കുന്നവർ പ്രസവിച്ച സ്ത്രീയെ പോലെയാണ്. എന്താ പ്രസവിച്ച സ്ത്രീയുടെ പ്രത്യേകത? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ ഇത് ഉദാഹരണം. അതായത് ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് അവർക്ക് വേദനയുണ്ട്, എന്തില്ല? ദുഃഖമില്ല. കാരണം അവർക്കൊരു കുട്ടിയെ കിട്ടിയതിലുള്ള സന്തോഷം. ഇതുപോലെ നമുക്ക് വേദനകൾ വരും, പക്ഷെ നമുക്ക് എന്തുണ്ടാവില്ല? ഭഗവാൻ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ആ വേദനയെ താങ്ങാൻ നമുക്കൊരു ശക്തി തരും.
അപ്പൊ ദുഃഖവും സുഖവും ഒരുപോലെയാവാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരുപോലെ ആവണമെങ്കിൽ സ്വാമി കാറ്റ് പോകണം എന്ന് വെച്ചാൽ മരിച്ചവർക്ക് സുഖം തേൻ കൊടുത്താലും തീയിൽ കൊണ്ടുവച്ചാലും അപ്പൊ പറയുന്നത് തെറ്റില്ലേ? ആ പറയുന്നതിന് അർത്ഥം വേണ്ടേ? അപ്പൊ സുഖം വരുമ്പോ സന്തോഷം വരുമ്പോ ഉടനെ മനസ്സിൽ പറയാൻ സാധിക്കും ഈ സന്തോഷവും ഭഗവാന്റെ നിശ്ചയമാണ്, ഈ ദുഃഖവും ഭഗവാന്റെ നിശ്ചയമാണ്. അങ്ങനെ അങ്ങോട്ട് സ്വീകരിക്കാൻ സാധിച്ചാലല്ലോ വലിയൊരു ഭാഗ്യമാണത്. ഈ ഭാരതത്തിൽ അങ്ങനെയൊക്കെ എത്രയോ ആളുകളുണ്ടായിരുന്നു. വെറുതെ പറയുന്നതല്ലത്. എന്ത് വരുമ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മൾ ഏത് ദൃഷ്ടിയിൽ കാണണം? ഭഗവാന്റെ പ്രസാദമായിട്ട്. ഗീതയിലെ വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമാണ്. ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറയും, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോഖ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. പ്രസാദേ, നിങ്ങൾക്ക് ആക്സെപ്റ്റൻസ് ഉണ്ടോ? ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടോ? സർവദുഃഖാനാം ഹാനി, ഏത് പ്രശ്നങ്ങൾക്കും